ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെഡിസിൻ്റെ 25% വിറ്റഴിക്കുന്നത് കേരളത്തിലാണ്. എന്തിനുണ്ട്? എല്ലാവരും വാങ്ങി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിന്റെ 30% ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. ഒരു ചെറിയ അസുഖം വന്നാലും ശരി, തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള ആളുകൾ ഡോക്ടർമാരെ സമീപിക്കുകയും വഞ്ചിയൂർ പോയാൽ മതിയല്ലോ. വഞ്ചിയൂർ പോയി കഴിഞ്ഞാൽ വഞ്ചിയൂർ ആ റെയിൽവേ ലൈനിന്റെ സൈഡിൽ എത്ര വീടുകളാണുള്ളത്, അവിടെ എത്ര പേരാണ് താമസിക്കുന്നത്. അവിടെയുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ഭക്ഷണമില്ലാതെ മണ്ണ് കഴിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ശിശുക്ഷേമ സമിതി ചെയർമാനെ നിങ്ങൾ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ 64,006 കുടുംബങ്ങൾക്കും ഈ പറയുന്ന എല്ലാവിധ കണക്കുള്ള ഒരു ഗിമ്മിക്കാണ്, കണക്ക് കണ്ടുള്ള ഒരു ഗിമ്മിക്കാണ്. കണ്ടെത്തിയെന്നാണ്. കണ്ടെത്താത്ത ആൾ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ തിരുവനന്തപുരത്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് നോക്കുക. അതിന് ഞാൻ വളരെ കൃത്യമാണ്. അത് വളരെ കൃത്യമാണ്. എന്റെ സംശയം ഇപ്പോഴും തീർന്നില്ല. ഞാനത് സുരേഷ് കുമാറിനോട് ചോദിക്കാം. അതിദരിദ്ര വിമുക്ത സംസ്ഥാനമെന്ന് കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതുപോലൊരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അത് നീതി ആയോഗ് പറയുന്ന കണക്കാണ്. നീതി ആയോഗ് പറയുന്ന കണക്കാണ്. 6 ലക്ഷം ആളുകളെയാണ് 6 കോടി ആളുകളെയാണ് യു പിയിൽ ഈ നിങ്ങൾ പറഞ്ഞ നിതി ആയോഗിന്റെ കണക്കനുസരിച്ച് 6 കോടി ജനങ്ങളെ. ബീഹാറിലെ അതിദരിദ്രരുടെ എണ്ണം എത്രയാണെന്ന് അറിയാവോ? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ അതിദരിദ്രരുടെ എണ്ണം എത്രയാ? 40%-ത്തിലധികമാണ്. അതിലൊരു കണക്ക് ഞാൻ സുരേഷ് കുമാർ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ ജീവിത നിലവാര ഉയർത്തുന്ന കാര്യം കേരളത്തിലങ്ങ് ഉയർന്നുപോയി എന്ന് പറഞ്ഞല്ലോ. ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 0.4 സംതിങ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ 6.7-8-9% നിന്നതാണ്. എന്നിട്ട് കേരളം ഒരു സാച്ചുറേറ്റഡ് സ്റ്റേജിൽ നിൽക്കുകയും താഴെ ഹ്യൂമൻ ഡെവലപ്മെന്റ് കുറവായിരുന്ന ആളുകൾ ഉയർന്നു വരികയും ചെയ്യണം. അവരിപ്പോ ഏകദേശം കേരളത്തോട് അടുപ്പിച്ചു പൊങ്ങി വരികയാണ്. അതുകൊണ്ട് ഒരാളെ കഴിവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പർപ്പടം ചുട്ടതുപോലെ അല്ല ഈ കേരളത്തിന്റെ പൊതുവിതാണ്. പക്ഷെ നിങ്ങൾ 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു ചൈൽഡ് മറ്റേ ഡെത്ത് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൻ്റെ മോർബിഡിറ്റി റേറ്റ് അറിയോ? രോഗാതുരത ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെഡിസിൻ്റെ 25% വിറ്റഴിക്കുന്നത് കേരളത്തിലാണ്. എന്തിനുണ്ട്? എല്ലാവരും വാങ്ങി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിന്റെ 30% ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലാവരും ആഹാരം കഴിക്കുന്നതാണോ? അതുകൊണ്ട് നിങ്ങൾ 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഈ മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ മോർബിഡിറ്റി റേറ്റിനെ കുറിച്ചും പറയണം. അത് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്. രോഗാതുരത ഏറ്റവും കൂടുതൽ ആളുകൾ രോഗികളുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? നമ്മൾ കൂടുതൽ ആളുകൾ എന്തുകൊണ്ടാണെന്നറിയാവോ? കേരളത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ഇങ്ങനെ വികേന്ദ്രീകൃതമായി ആരോഗ്യ മേഖലയിലെ ഒരു ഞാൻ പറയട്ടെ ഒരു ചെറിയ അസുഖം വന്നാൽ പോലും അല്ലല്ല ഈ മരുന്നിൻ്റെ കൺസംഷനെ കുറിച്ചാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത്. ഒരു ചെറിയ അസുഖം വന്നാലും ശരി, തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള ആളുകൾ ഡോക്ടർമാരെ സമീപിക്കുകയും നേരത്തെ താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു അനുമതി കിട്ടിയത് കൊണ്ട് ചർച്ച തടസ്സപ്പെടുത്തുക എന്നത് ഒരു ഉദ്ദേശമായി ലക്ഷ്യമായും കാണരുത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, ഇതെല്ലാവരുടെയും ഈ കാണുന്ന വികസനമെല്ലാം, രണ്ടുപേരും ഏകദേശം അതേ രൂപത്തിൽ തന്നെ പറഞ്ഞു വെച്ചു, ഈ കാണുന്ന വികസനമെല്ലാം എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഏറെക്കുറെ ഞാനത് അംഗീകരിക്കുകയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഈ കേരളത്തിൽ അടിസ്ഥാന ശില പാകിയത് ആര് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 1957 ഗവൺമെൻറ് മുതൽ നമ്മൾ ഏറ്റവും ആർജിച്ചെടുത്ത നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതാണ് എന്നത് നിഷ്പക്ഷമായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്താൻ
ഈ ഫ്ലോറെങ്കിലും തയ്യാറാണ്. അതിൽ ഞാൻ ചോദിക്കാം. അത് വളരെ കൃത്യമാണ്. അത് വളരെ കൃത്യമാണ്. എൻ്റെ സംശയം ഇപ്പോഴും തീർന്നില്ല. ഞാനത് സുരേഷ് കുമാറിനോട് ചോദിക്കാം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്തവരുണ്ട്, മാരക രോഗം വന്നാൽ അതിനെ അതിജീവിക്കാൻ കെൽപ്പില്ലാത്തവരുണ്ട്, കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മുകളിൽ പറഞ്ഞവരൊക്കെ അതിദരിദ്രരല്ലേ? അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുക? എനിക്ക് അതാണ് മനസ്സിലാക്കാനാവാത്തത്. നമുക്ക് സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള രീതിയിലൂടെയാണ് 64,006 കുടുംബങ്ങൾ, ഈ പറയുന്ന ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ ഇവിടെ സൂചിപ്പിച്ച നിലയിൽ ഉള്ള ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, അതുപോലെ തന്നെ രോഗാതുരമായി കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലല്ല ഞാൻ അതാണ് പറയുന്നത്. 64 ഞാൻ പറയട്ടെ, ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ നടത്തിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ 64,006 കുടുംബങ്ങൾക്കും ഈ പറയുന്ന എല്ലാവിധ നിങ്ങളുടെ കണക്കുള്ള ഒരു ഗിമ്മിക്കാണ്, കണക്ക് കണ്ടുള്ള ഒരു ഗിമ്മിക്കാണ്. കണ്ടെത്തിയെന്നാണ്. കണ്ടെത്താത്ത ആൾ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ തിരുവനന്തപുരത്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് നോക്കുക, പേരൂക്കട. അവിടെ ഈ രോഗം ഭേദമായിട്ട് പോലും തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ഈ ദാരിദ്ര്യ ബിജെപി പ്രതിനിധിയുടെ തെറ്റായ വാദഗതിയാണ്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസുഖം ഭേദമായ മുഴുവൻ ആളുകളെയും വീട്ടുകാർ ഏറ്റെടുത്തില്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വെഞ്ഞാറമൂട് കെയർ ഹോം നിങ്ങൾ വന്ന് നോക്കണം. എത്ര മനോഹരമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അല്ല, നിങ്ങളിങ്ങനെ ശരിയാ, നിങ്ങൾ ഇത്ര പേരെ കണ്ടെത്തിയില്ലേ? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് മാനസിക രോഗം പിടിപെട്ട് തിരിച്ചു പോകാൻ കഴിയാത്തവരെ തിരികെ മടക്കിക്കൊണ്ടാക്കുന്ന വലിയ ബൃഹത്തായ ബാക്ക് ടു ഹോം പോലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിച്ച ചാരിതാർത്ഥ്യമുള്ളൊരു ജനപ്രതിനിധി കൂടെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനിടയിൽ എതിരാളിയെ എങ്ങനെ നമുക്ക് നിലംപരിശാക്കാമെന്നുള്ള നിലയിൽ വാദഗതികളല്ല, ആളുകളെ ചെയ്ത കാര്യങ്ങൾ വസ്തുതാപരമായി 65,000 കുടുംബങ്ങളെ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മലയോര മേഖല, ട്രൈബൽ മേഖലയിൽ ചെന്ന് നോക്കൂ. വഞ്ചിയൂർ പോയാൽ മതിയല്ലോ. വഞ്ചിയൂർ പോയി കഴിഞ്ഞാൽ വഞ്ചിയൂർ ആ റെയിൽവേ ലൈനിന്റെ സൈഡിൽ എത്ര വീടുകളാണ് ഉള്ളത്? അവിടെ എത്ര പേരാണ് താമസിക്കുന്നത്? അവിടെയുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ഭക്ഷണമില്ലാതെ മണ്ണ് കഴിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ശിശുക്ഷേമ സമിതി ചെയർമാനെ നിങ്ങൾ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. ഓർക്കുന്നുണ്ടോ സുരേഷ്? അത് നിങ്ങളുടെ ഭരണകാലത്താ. നിങ്ങളുടെ മുഴുവൻ കുടുംബങ്ങൾക്കും കൃത്യമായി ചെയ്തൊരു ഇന്നും അവരവിടെ കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ, തീരദേശ മേഖലയിലുള്ളവർ ഇന്നും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ വലിയ തുറയിലുള്ള കടൽക്ഷോഭത്താൽ വീട് നഷ്ടപ്പെട്ടു ചൂണ്ടിക്കാണിച്ച് പോവുകയാണ്. അതൊന്നും അതിദരിദ്രരുടെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളല്ല. അതിദരിദ്രരുടെ പട്ടികയിൽ പട്ടികയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറയൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായി സർക്കാർ ഒരു ക്ലേശഘടക ലിസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ക്ലേശഘടക ലിസ്റ്റിനകത്ത് ആഹാരം കഴിക്കാനില്ലാത്തവർ കൃത്യമായി അവർക്ക് ഭക്ഷണ കിറ്റോ പാചകം ചെയ്ത ആഹാരമോ എത്തിച്ച് അവരെ ആ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കി. വീടില്ലാത്തവർക്ക് ഭക്ഷണം പാകം ചെയ്ത് എത്തിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ കയ്യിൽ മാത്രമാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ആ പ്രഖ്യാപനത്തിന് അതീതമായി ഈ പ്രഖ്യാപനം വസ്തുതാപരമല്ല. ഇന്ന ആളുകൾ
ഈ ക്ലേശ ഘടകങ്ങൾ മൂലം ഇവിടെ നിരാലംബരായി കഴിയുകയാണെന്നുള്ള ഉദാഹരണ സഹിതം നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. എനിക്ക് സമയം തരാം, ഉറപ്പായും താങ്കൾക്ക് സമയം തരും. ഒരു കാര്യം താങ്കളോട് ചോദിക്കാൻ, താങ്കൾ പറഞ്ഞല്ലോ സർക്കാർ ഇക്കാര്യങ്ങളിലെല്ലാം സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സംസ്ഥാനത്ത് 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുണ്ടോ? മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത ആളുകളുണ്ടോ? മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത ആളുകളുണ്ടോ? കടക്കിണിയിൽ കുടുങ്ങിയ ആളുകളുണ്ടോ? ഇവരെയെല്ലാം സംരക്ഷിക്കുമ്പോഴല്ലേ നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് കടക്കുക? അപ്പോഴല്ലേ നമ്മൾ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് നമ്മൾ പറയാനാവുക? ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ കടന്നു. താങ്കൾ പറഞ്ഞ പോലെ ഒരു പെർസെൻറ്റേജിനെ മാത്രം എടുത്ത്, നേരത്തെ എന്തോ ഒരു കണക്ക് പറഞ്ഞു, 52,000 62,000 എന്തോ കണക്ക് പറഞ്ഞു. ആ ആളുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ നമ്മുടെ സംസ്ഥാനത്തെ ജനസംഖ്യ? അതാണ് എൻ്റെ സംശയം. അല്ല, അതങ്ങനെയാണ്. ആങ്കർക്ക് ഒരു നിർവചനമുണ്ട്. അതിദരിദ്രർ എന്ന് പറയുന്നത് ഈ രൂപത്തിൽ കഴിയുന്നവരാണ് അതിദരിദ്രർ എന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ BJP പ്രതിനിധിക്ക് അതിനേക്കാൾ മറ്റൊരു നിർവചനം ഉണ്ടാവും, കോൺഗ്രസ് പ്രതിനിധിക്കും ഉണ്ടാവും. ഇവിടെ സർക്കാർ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ആങ്കർ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ കാണിക്കുന്ന ഒരു ക്ഷമയുണ്ടല്ലോ, സഹിഷ്ണുതയുണ്ടല്ലോ, നിങ്ങൾക്കും ബാധകമാണ്. അല്ല, തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഒരു മാനദണ്ഡം ഇക്കാര്യത്തിൽ തീരുമാനിച്ചു. ആ മാനദണ്ഡ പ്രകാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശന്ന് കഴിയുന്നവരോ വീടില്ലാത്തവരോ ഈ രോഗാതുരമായിട്ടുള്ള അവസ്ഥ കൊണ്ട് കഷ്ടപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ അവരുടെ കൃത്യമായ കണക്കെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ക്ലബ് ചെയ്ത് ഈ കാര്യത്തിലെല്ലാം അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് സർക്കാർ ഏറ്റെടുത്ത ടാസ്ക്. ആ ടാസ്ക് കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായി ഇതിന്റെ പ്രാഥമികമായ പ്രവർത്തനം ആരംഭിക്കുന്നത് പോലും കൃത്യമായ കണക്കെടുപ്പിലൂടെയാണ്, ആ സർവേയിലൂടെയാണ്. ആ സർവേയിൽ ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ള ഈ മുഴുവൻ ആളുകളെയും അവരെ ഇക്കാര്യത്തിൽ അതിജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് പ്രവർത്തിച്ചത്. ആ പ്രവർത്തനം സാർത്ഥകമാകാൻ പോകുമ്പോൾ അവിടെ ഒരാൾക്ക് 3 നേരം ആഹാരം കിട്ടുന്നില്ല, ഇതാ ഇവിടെ ആൾ മോളെ പഠിപ്പിച്ചതിൽ കഷ്ടപ്പെടുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ആ ചൂണ്ടിക്കാണിക്കുന്നതിൽ പോലും വസ്തുതയുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെട്ട് അതിനെയും ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അത് ഇത്രയും മനോഹരമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ നിറം കെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചാകരുത് എന്ന് മാത്രമാണ് എനിക്ക് കണക്കുണ്ടാക്കി. ഞങ്ങൾ കുറെ ആളുകളെ നിശ്ചയിച്ചു, അവരെ ഞങ്ങൾ പരിഹരിച്ചു. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളൊരു പ്രചരണം. അത് നടത്തുന്നതിന് LDF ഗവൺമെന്റിന് യാതൊരു ഇതുമില്ല. പക്ഷെ അതിന് യാഥാർത്ഥ്യവുമായി ബന്ധം വേണം എന്നുള്ള ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. തിരുവനന്തപുരം ജില്ല പ്രഖ്യാപിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കോർപ്പറേഷനിലെ 32 കൗൺസിലർമാർ BJP പ്രതിനിധികളാണ്. അവരുടെ വാർഡിലും ഈ രൂപത്തിലുള്ള സർവേ നടത്തി ഞങ്ങൾ നടത്തിയില്ലെന്നോ ചെയ്തില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 27 കോടി ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കി ഞങ്ങൾ പഞ്ചായത്തുകൾ കരവാരം ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കല്ലിയൂർ കരവാരം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ കള്ളിക്കാട് മാത്രമേ ഉള്ളൂ. ഞാൻ 2 പഞ്ചായത്തും കൂടുതൽ പഞ്ചായത്തുണ്ട്. 3 പഞ്ചായത്ത്, ഒരു പഞ്ചായത്തേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയട്ടെ, ക്ലിയർ ചെയ്ത് പോവാം. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 3 പഞ്ചായത്തുകളാണ് BJPക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറയല്ലേ ഞാൻ, കല്ലിയൂർ കരവാരം കള്ളിക്കാട്. അതിൽ കല്ലിയൂരും കരവാരവും തിരികെ പോയി. അവിടെ രാഷ്ട്രീയമായി മാറ്റം വന്നു. അവിടെ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. കള്ളിക്കാട് പഞ്ചായത്ത് ഇപ്പോഴും BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തുകളിലെല്ലാം ഈ പ്രവർത്തനം നടന്നേ. ഞാനും അല്ലാതെ പറഞ്ഞില്ലല്ലോ. 27 കോടി ജനങ്ങളെ നിങ്ങളെ കോൺഗ്രസിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും പോലും വലിയ കുറെ വാർഡിൽ പോയി നോക്ക്, വീടില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് വലിയ കുറെ വാർഡിൽ പോയി നോക്ക്. നിങ്ങൾ ആ വഞ്ചൂർ ജംഗ്ഷനിൽ പോയി നോക്ക്, ആ വീടില്ലാത്തവർ ചായ്പുകെട്ടിൽ കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾ വലിയ വഞ്ചൂർ പോയി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരുവനന്തപുരത്ത് അപ്പോൾ 20-ലധികം പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. ഇതേതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെ വാർഡിൽ സിസ്റ്റമാറ്റിക്കായി അതിദരിദ്ര
സർവേ നടന്നിട്ടില്ല എന്ന ആക്ഷേപം നാളിതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ? ഇത് കണക്കുകൾ കൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കരുത്, റിപ്പീറ്റേഷൻ കള്ളം പറയരുത്. ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയ എതിരഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഈ നടക്കുന്നതിൽ പിശകുണ്ട് എന്ന് എവിടെയെങ്കിലും രേഖാമൂലമോ അല്ലാതെ പ്രഖ്യാപനം വരുമ്പോ കാണാം എത്ര ആളുകളാണ് ഞങ്ങൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തായി പോയത്. സുരേഷിലേക്കും ഞാൻ വരും. ഇപ്പോൾ ഞാൻ അഭിലാഷിലേക്ക് ഒന്ന് പോവുകയാണ്. അഭിലാഷ്, കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ രോഗം ഭേദമായിട്ടും കൂട്ടിക്കൊണ്ടു പോകാൻ ബന്ധുക്കൾ എത്താത്ത നൂറുകണക്കിന് ആളുകളുണ്ട്. അത് ഈ സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. കാലാകാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ തന്നെയാണ്. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അവരൊക്കെ എന്നിട്ട് വാർഡുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്ത, കിടപ്പാടം ഉൾപ്പെടെ ഇല്ലാതെ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്ന അനേകം പേരുണ്ട്. അതും ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ കാലത്തും ഉണ്ട് ഇവിടെ. അതിന് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ളതായി താങ്കൾക്ക് തോന്നിയോ? ഇപ്പോൾ ഒരു വ്യത്യാസവും കാണുന്നില്ല. സന്തുലിതമായ ഒരു ജനക്ഷേമ പദ്ധതികൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഗവൺമെൻറ്റുകൾ ഒന്നും നടപ്പിലാക്കിയതായിട്ട് അറിയുന്നില്ല. പ്രിയപ്പെട്ട സുരേഷ് പറഞ്ഞത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇത് ഭൂമിക്കടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അത് മറന്നു പോകരുത്. ഒരിക്കൽ ഒരു നയം, അടുത്ത് ഭരണത്തിൽ വരുമ്പോൾ മറ്റൊരു നയം, 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു നയം. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവമാണ്. അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ശ്രീ പത്മകുമാർ പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് കൊണ്ടുവന്നത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അത് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. അത് ഒരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൊണ്ടുവന്നത്. കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ. ശരിയാ. നിങ്ങൾ ഗവൺമെന്റിൽ ഇല്ലായിരുന്നല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി പുറത്തല്ലേ നിന്നത്? ഗവൺമെന്റിൽ ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തു പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സമ്മതിക്കുക. എന്തെങ്കിലും അല്ലല്ലോ സമ്മതിക്കുക. പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. ഭക്ഷ്യസുരക്ഷാ ബില്ല് വിശപ്പ് രഹിത ഇന്ത്യയാക്കി മാറ്റുവാനാണ്, വിശപ്പ് രഹിത ഇന്ത്യയാക്കി മാറ്റാനാണ് ഭക്ഷ്യ സുരക്ഷാ ബിൽ, ഭക്ഷണം അവൻ്റെ അവകാശമാക്കിയ ബിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ ഗവൺമെൻറ് കാലത്താണ്. അത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്. ആ 2 ബില്ലുകളുമാണ് ഇന്ന് വിശപ്പ് രഹിത ഇന്ത്യ സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഒരു വലിയ ഘടകമാക്കിയത്. കാരണം 100 ദിവസം നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള വീട്ടമ്മമാരുൾപ്പെടെയുള്ളവർ, അവശത അനുഭവിക്കുന്നവർ, എല്ലാവർക്കും, ദരിദ്രരുൾപ്പെടെയുള്ള എല്ലാവർക്കും, സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള എല്ലാവർക്കും 100 ദിവസം 100 തൊഴിൽ ദിനങ്ങൾ അവകാശമാക്കി കൊടുത്തത്. ഏതെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് പണിയെടുത്ത് ആരെങ്കിലും ചെയ്യുന്ന വർക്കുകൾ എടുത്ത് ആ പാവപ്പെട്ട ആൾക്കാർ ചെയ്യുന്നത് ആ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അത് തന്നെയാണ് ഇന്ത്യ ഒട്ടാകെ വിശപ്പ് രഹിതം, ദാരിദ്ര്യം കുറച്ചെങ്കിലും പിടിച്ചു നിർത്തുന്നതിന് സാധിച്ചത് ആ ഒരു പദ്ധതിയാണ്. അത് ആരും മറന്നു പോകരുത് എന്നൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഇവിടെ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്നാണ്. എവിടെയാണ് പ്രതിപക്ഷം സഹകരിക്കാത്തത്? ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം പ്രതിപക്ഷം സഹകരിച്ചിട്ടുണ്ട്. വയനാടിൽ ദുരിതാശ്വാസ വെറുതെ ഇരിക്കും സുരേഷ് വെറുതെ ഇരിക്കുക. അനാവശ്യം പൈസ എവിടെ പോയി? നിങ്ങളെ ഗവൺമെന്റ് ആര് കൊണ്ടുപോയി? ആരാ തുക കൊണ്ടുപോയത്? കോൺഗ്രസ്സുകാർ കൊണ്ടുപോയെങ്കിൽ നിങ്ങൾ നിയമമായ നടപടിയെടുക്ക്. നടപടിയെടുക്കുന്നേ. ചർച്ച വഴിതെറ്റിച്ചു വിടാൻ നോക്കണ്ട. നിങ്ങളെ ചർച്ച വഴിതെറ്റിച്ചു വിടാൻ നോക്കണ്ട. ഇവിടെ വിഷയം അതല്ല. യൂത്ത് കോൺഗ്രസ് അല്ല വിഷയം. യൂത്ത് കോൺഗ്രസ് അല്ല വിഷയം. യൂത്ത് കോൺഗ്രസ് അല്ല വിഷയം. അവിടെ നിന്ന് യൂട്യൂബ് നിൽക്കട്ടെ. ചർച്ച ഒരു വീട് വെച്ച് കൊടുക്കുകയോ ഒരു വീട് വെച്ച് കൊടുക്കാൻ സുരേഷ് ചർച്ച സുരേഷ് ചർച്ച വിടരുത്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. അന്ന് UDF കൂടെ വന്നില്ലേ? SIR-നെതിരെ പ്രമേയം പാസാക്കി. ആവശ്യമായ കാര്യങ്ങളിലെല്ലാം UDF-ഉം പ്രതിപക്ഷവും കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഇവർ നടത്തുന്ന എല്ലാ ഗിമ്മിക്ക് പരിപാടിക്കും UDF കൂടെ നിൽക്കില്ല.
പലതരത്തിലുള്ള സംഗമങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നു. അതിനൊന്നും UDF കിട്ടില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇവിടെ മോഹൻലാലിന് സ്വീകരണം കൊടുക്കണം, നല്ല കാര്യം. 3 കോടി രൂപയാണ് ചിലവാക്കിയത്. മായ മനസ്സിലാക്കണം. 3 കോടി രൂപ തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടത്തിയ പരിപാടിക്ക് 3 കോടി രൂപ. അത് ആ പാവപ്പെട്ട എത്ര പേർക്ക് വീടില്ലാത്ത എത്ര പേർക്ക് ആ വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും? നമ്മളൊന്ന് പുനർചിന്തനം നടത്തണ്ടേ? അത് അഭിമാനമാണ്. ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. 3 കോടി രൂപ ഏതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിച്ച്, മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിച്ച് അത് ജില്ലാ കമ്മിറ്റി കാശുണ്ടാക്കാനുള്ള പദ്ധതിയാക്കി മാറ്റുന്നത് ആരാ? ഗവൺമെന്റിന്റെ 3 കോടിയിൽ നിങ്ങൾ 30 ലക്ഷം രൂപ ചെലവാക്കിയോ? 30 ലക്ഷം രൂപ ചെലവാക്കിയോ? മുൻപും കേരളത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് കണ്ടില്ല ഇതുപോലെയുള്ള സ്വീകരണം. അന്ന് അടൂർ ഗോപാലകൃഷ്ണ സാറിന് അവാർഡ് കൊടുക്കാത്തതിൽ നിങ്ങൾ ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പോയി. അദ്ദേഹമായിരുന്നു അന്ന് ഈ കേരളം ഭരിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഇന്ന് തോന്നി കേരളത്തിന്റെ മലയാളിയുടെ അഭിമാനമായിട്ടുള്ള മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിന് ആ ഉചിതമായ നിലയിൽ തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു. മോഹൻലാൽ നിക്ഷിപ്തം. നിങ്ങൾ സംഗമങ്ങളും ആഘോഷങ്ങളൊക്കെ നടത്തി കീശ വീർപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ കീശ വീർപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ സംഗമങ്ങൾ നടത്തി, അതുപോലെ തന്നെ ആഘോഷങ്ങൾ നടത്തി കീശ വീർപ്പിക്കുകയാണ്. അവിടെ നിൽക്ക്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. 1 രൂപ പോലും വകമാറ്റി ചെലവഴിക്കാതെ ഞങ്ങളുടെ കയ്യിലുണ്ട്, സുശക്തമാണ് ആ പണം, അത് സുഭദ്രമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. നാണമില്ലേ? ഒരു കുഴപ്പമില്ല. യൂത്ത് കോൺഗ്രസ് പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെലവഴിക്കാൻ അറിയാം. അതിന് നിങ്ങളുടെ ഒന്നും ഔദാര്യം വേണ്ട. യൂത്ത് കോൺഗ്രസ്സുകാർ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഔദാര്യം വേണ്ട. നിങ്ങളുടെ ഔദാര്യം വേണ്ട ഇവിടെ നമുക്ക്. ഇത് ആരുടെ ഔദാര്യമല്ല, ഇത് സാധാരണക്കാരൻ്റെ വിഷമം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഒരു പർപ്പസ് പറഞ്ഞിട്ട് പണം പിരിക്കുക, പണം പിരിച്ചതിന് ശേഷം അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ സുഭദ്രമായിട്ടുണ്ട്. പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വീടില്ലാത്ത കടക്ഷോഭം കൊണ്ട് വീട് നഷ്ടപ്പെട്ട എത്ര 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇന്നും സിമന്റ് ഷെഡിൽ കിടന്നുറങ്ങുകയാണ് വലിയ തുറയിൽ. ഇല്ലെന്ന് പറയാമോ സുരേഷിന്? സുരേഷിന്റെ അധികാര പരിധിയല്ല, കാരണം അത് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ്, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലാണ്. അവിടെ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കണം. വഞ്ചിയൂരിൽ ആ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ എത്ര വീടുകളുണ്ട്, എത്ര പേരാണ് അവിടെ താമസിക്കുന്നത്? അവിടെയുള്ളൊരു കുട്ടിയാണ് പണ്ട് ഭക്ഷണം കഴിക്കാതെ മണ്ണ് കഴിച്ചു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനെ നിങ്ങൾ പുറത്താക്കിയിട്ട് പാർട്ടിയിൽ നിന്ന്. അതുകൊണ്ട് കേരളം കാലമൊന്നും പോയിട്ടില്ല സുരേഷ്. നിങ്ങളുടെ ചില ഗിമ്മിക്കുകൾ, നിങ്ങളുടെ സർവേ നടത്തിയ ഏത് ഏജൻസിയാ കേരളത്തിൽ സർവേ നടത്തിയത്? നിങ്ങളുടെ ചില ഉദ്യോഗസ്ഥരെ വെച്ച് ചില ഗിമ്മിക്ക് ഏർപ്പാടുകൾ നടത്തി അതിതീവ്ര ദരിദ്ര വിമുക്ത സംസ്ഥാനമായി നിങ്ങളുടെ പ്രഖ്യാപനമേ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പലതും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്നലെ നിങ്ങളുടെ ഒരു സമരമുണ്ടായിരുന്നല്ലോ. ഒരു BSc അഗ്രികൾച്ചറിന് പഠിക്കുന്ന കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ തുകയില്ലാതെ അവൾ പഠിത്തം നിർത്തി. അതിന് SFIക്കാരൻ സമരം ചെയ്യുന്നത് വൈസ് ചാൻസലറുടെ വീട്ടിലാണ്. ഇവിടെ കേരളം ഭരിക്കുന്നതാരാ? വിഷയത്തിൽ നിന്ന് പോകുന്നതല്ല. മായ സൂചിപ്പിച്ചല്ലോ വിദ്യാഭ്യാസത്തിന് തുക മുടക്കാനില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. ശരിയാണ്. ഒരു BSc അഗ്രികൾച്ചറിന് പഠിക്കുവാൻ 50,000 രൂപ ഫീസ് അടയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടി പഠിത്തം നിർത്തി. അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പത്മകുമാറിലേക്ക് പോട്ടെ. ശ്രീ പത്മകുമാർ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഏതായാലും അതിദാരിദ്ര്യ മുക്ത കേരളവുമായി ബന്ധപ്പെട്ട് തർക്കം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ തർക്കമാണ്. എങ്ങനെയാണ് BJPയുടെ ഒരു പ്രതീക്ഷ? ഈ പറയുന്നത് പോലെയുള്ള അതിദാരിദ്ര്യ വിമുക്ത കേരളം അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ആയിട്ടല്ല ഈ പ്രഖ്യാപനം വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, ഇത് അങ്ങനെ വന്നാൽ നല്ലത് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം കേരളത്തെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നത്. പക്ഷേ ഇവരുടെ
ആ പ്രഖ്യാപനത്തിൽ യാതൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലം നമ്മുടെ ഈ കേരളത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ തന്നെ പറയുന്നത് ഞങ്ങൾ 64,000 ഫാമിലീസിനെ കണ്ടെത്തി. അതിൻ്റെ മാനദണ്ഡം എന്താണ്, എന്തായിരുന്നു അത്, ഇനി അറിയില്ല അതിൽ ഉൾപ്പെടുത്താനുള്ളതുകൊണ്ടോ. ഇപ്പോൾ പഞ്ചായത്ത് ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നാണ്. പഞ്ചായത്തിൽ എങ്ങനെയാണ് പരാതി പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊന്നും അല്ല ഒരു അടിസ്ഥാനപരം. ഇനി പ്രഖ്യാപനം വരുമ്പം ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ ഓറിയൻറ്റഡ് ഒരു പ്രവർത്തനമാണെന്ന്. നിങ്ങൾ ഈ പൊതുനിരത്തിൽ ഇപ്പോൾ സുരേഷ് പറഞ്ഞു, ഈ കുറച്ച് മഴ മാറി നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് നമ്മുടെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലോ പാർക്കിൽ ചെന്ന് നോക്കും, വൈകിട്ട് എത്ര ആൾ അവിടെ കിടക്കാനുണ്ടാവും. നിങ്ങൾ പുത്തരിക്കണ്ടം നമ്മുടെ ഗാന്ധി പാർക്കിലോട്ട് ചെന്ന് നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ KSRTCയുടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ചെന്ന് നോക്കുക. എത്ര പാവപ്പെട്ട ആളുകളായിരിക്കും. അതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊന്നുമല്ല, ഇവിടെയുള്ള എത്രയോ ആൾ നല്ല മലയാളം സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിതായത് പ്രഖ്യാപിക്കുന്നു, ഇനി ദരിദ്ര ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ദരിദ്ര നിർമ്മാർജ്ജന പരിപാടികളിൽ നിന്ന് മാറിപ്പോകാനുള്ളൊരു ശ്രമമായിരിക്കും നടത്താൻ പോകുന്നത്. കാര്യം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവിടെയും നമ്മൾ കാണേണ്ടത് ക്ഷേമ പെൻഷൻ 1,600 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റേഷൻ കാർഡുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചില മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമദരിദ്രർക്കുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ചെങ്കിൽ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ നടപ്പിലാക്കി പ്രഖ്യാപിക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപിച്ചോട്ടെ, യാതൊരു ഗവൺമെൻറ്റിനും അവരുടേതായ പ്രവർത്തനത്തിൽ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യവുമായി ബന്ധം വേണം, അത് സത്യസന്ധമായ ഒരു പ്രഖ്യാപനമായിരിക്കണം എന്നുള്ളതാണ്. 100 കണക്കിന് നിങ്ങൾ ട്രൈബൽ ഏരിയയിൽ തന്നെ ചെന്ന് നോക്കും, 100 കണക്കിന് ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, വീടുകളില്ലാത്ത ആളുകൾ എത്രയോ ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്, ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ പോകുന്നതുമൊക്കെ വാഹന സൗകര്യം ഇല്ലാത്ത ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കുക, ഓരോ ദിവസങ്ങളിൽ ചില ആളുകൾ നന്മമരങ്ങൾ, അത് നന്മയുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താം, ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. പക്ഷേ ഓരോ വീടുകളും ഓരോ ആളുകളെയും കാണിച്ച് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആഹാരം പൊതിച്ചോറുകൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും ഗവൺമെൻറ് തലത്തിൽ ചെയ്യുന്നതല്ല, ഓരോ ആളുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന സമൂഹം ഇപ്പോഴും ഉണ്ട്. അതെല്ലാവരെയും അങ്ങ് നിർമ്മാർജ്ജനം നടത്തി എന്നുള്ളൊരു പ്രചരണം രാഷ്ട്രീയ തട്ടിപ്പാണ്, ഇലക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിലേക്ക് എത്തണം, അതിനുള്ള ശ്രമം നല്ലത് തന്നെയാണ്. വളരെയധികം നന്ദി. ചർച്ച അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഭരണകൂടത്തിനോടാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പ്രഖ്യാപനങ്ങൾ നടത്തിക്കോളൂ, പക്ഷേ നടത്തുന്ന പ്രഖ്യാപനത്തിൽ മറുപക്ഷം പറയുന്ന നുണപ്രചരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി പ്രഖ്യാപിച്ച നിലയിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കാൻ ശ്രമിക്കുക. അടിസ്ഥാന സഹായങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അതിദരിദ്ര വിഭാഗത്തെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ ശ്രമിക്കുക. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി അറിയിക്കുകയാണ്. നമസ്തേ.